എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മിക്ക ഭക്തജനങ്ങളും പറയുന്ന ഒരു പ്രശ്നമാണ്, ഞങ്ങളൊരു വീട് മാറി, ആദ്യം താമസിച്ച വാടകയ്ക്കുള്ള വീട് നല്ലപോലെ സാമ്പത്തിക കാര്യങ്ങൾ ഇല്ലെങ്കിൽ എനിക്ക് ഐശ്വര്യം വരുന്നു, എൻ്റെ ചേട്ടൻ ഐശ്വര്യം വരുന്നു, കുട്ടികൾക്ക് ഐശ്വര്യം വരുന്നു. പക്ഷേ ഞങ്ങൾ രണ്ടാമത് വീട് മാറി എടുത്ത് തിരുമേനി അവിടെ ശരിക്കും പറയുവാണെങ്കിൽ സാമ്പത്തികം കിട്ടുന്നില്ല, ആ ഒരു വീടിന് എന്തൊക്കെയോ ദോഷങ്ങൾ. അപ്പം ഇത് ഇങ്ങനെ പല പല ആവർത്തി ആ ഭക്തജനങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷേ മെയിനായിട്ടുള്ളൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ പല പല വീട് ദോഷങ്ങളുണ്ട്, നമുക്ക് വാടകയ്ക്ക് വീട് കിട്ടാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അകപ്പെട്ടു പോകുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു വീട് നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. ആദ്യം തന്നെ അതിൻ്റെ പരിസര കാര്യങ്ങൾ ഓക്കെയാണെന്ന് നോക്കുക. നമുക്ക് ഒരു വീട് വാടകയ്ക്ക് എടുക്കുമ്പം ആ പരിസരത്തുള്ള ആൾക്കാരുടെ പെരുമാറ്റ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണമല്ലോ. നമുക്ക് എല്ലാത്തിനും റോഡിലേക്ക് വരാൻ വേണ്ടി സൗകര്യ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കുക. ഒപ്പം തന്നെ ദോഷത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. തെക്ക് പടിഞ്ഞാറ് മൂല, അതായത് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ബാത്റൂം വരാനോ അവിടെ അടുക്കള വരാനോ കിണർ വരാനോ പാടില്ല. തെക്ക് പടിഞ്ഞാറ് മൂല, അതായത് കന്യാക്കോണിൽ എപ്പോഴും ഒന്നെങ്കിൽ ബെഡ്റൂം ആയിരിക്കണം, അതായത് വീട് ബെഡ്റൂം ആയിരിക്കണം. അതിൻ്റെ സ്ഥലത്തിന്, അതായത് അതിൻ്റെ പറമ്പിൽ ബാത്റൂമോ കിണറോ മറ്റുള്ള കാര്യങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ അടുക്കളയുടെ സ്ഥാനം നോക്കണം. വടക്ക് പടിഞ്ഞാറോ വടക്ക് കിഴക്കോ, നമ്മൾ വീട് വാടകയ്ക്ക് എടുക്കുമ്പോഴത്തേക്ക് വടക്ക് കിഴക്കോ വടക്ക് പടിഞ്ഞാറോ ആയിരിക്കണം അടുക്കള. ബാത്റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ബാത്റൂമുള്ള വീട് എടുക്കുക. അതേസമയം വടക്ക് കിഴക്കുള്ള ബാത്റൂമുള്ള വീട് എടുക്കരുത്. അതേപോലെ തന്നെ തെക്ക് കിഴക്കുള്ള ബാത്റൂമുള്ള വീടെടുക്കാം. അതായത് തെക്ക് കിഴക്കുള്ള ബാത്റൂമുള്ള വീടെടുക്കാം. തെക്ക് പടിഞ്ഞാറുള്ള ബാത്റൂമുള്ള വീട് എടുക്കരുത്. അതായത് വടക്ക് പടിഞ്ഞാറുള്ള ബാത്റൂമുള്ള വീടും നമുക്ക് എടുക്കാം. അതായത് കന്യാക്കോണിൽ ബാത്റൂം വരരുത്. അത് കുറച്ച് സയൻസ് പരമായിട്ട് കാര്യങ്ങൾ, ഈ ഫംഗസ് കാര്യങ്ങളൊക്കെ ബാക്ടീരിയ പ്രശ്നമുള്ളതുകൊണ്ടാണ് നമ്മൾ കന്യാക്കോണുള്ള ബാത്റൂമുള്ള വീട് എടുക്കരുതെന്ന് പറയുന്നത്. നമ്മൾ വിശ്വാസപരം പറയുകയാണെങ്കിൽ കന്യാക്കോൺ എപ്പോഴും കുബേര മൂലയാണ്, ഗണപതി മൂലയെന്നും പറയാറുണ്ട്. കാരണം സാമ്പത്തികം വരുന്ന ഒരു മൂലയാണ് കന്യാക്കോൺ. അതുപോലെ തന്നെ വീടിൻ്റെ ദർശനം കഴിവതും പടിഞ്ഞാട്ട് പോകരുത്. കിഴക്കോട്ടോ വടക്കോട്ടുള്ള വീട് എടുക്കുക. അതായത് തെക്കോട്ടുള്ള വീടാണെങ്കിൽ അവിടെ ഒരു ശരിക്കും പറയാം സിറ്റ് ഔട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ വീട് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഒരു സമചതുരമായിരിക്കണം. ഇല്ലെങ്കിൽ അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി വീട് ഇരിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു ചെറിയ കാര്യങ്ങൾ നോക്കി നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനാണ്. അപ്പം വീടെടുക്കുമ്പോൾ വാടകയ്ക്ക് നമ്മൾ വീട് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അടുക്കള വടക്ക് പടിഞ്ഞാറോ വടക്ക് കിഴക്കോ ഉള്ള അടുക്കള നമുക്ക് എടുക്കാം. അത് വലിയ അടുക്കള ആണെങ്കിൽ നമുക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് ഇച്ചിരിയും കൂടെ നഷ്ടം വരുന്നതായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒപ്പം തന്നെ പടിഞ്ഞാട്ട് ദർശനം നിൽക്കുന്ന വീട് സിറ്റ് ഔട്ടും കൂടെ വരുവാണെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്ത് എടുക്കാൻ കുഴപ്പമില്ല. കഴിവതും കിഴക്കോട്ട് ദർശനമുള്ള വീട് തന്നെ എടുക്കുന്നതായിരിക്കും ശുഭം. പിന്നെ രണ്ടാമത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ബ്രഹ്മസൂത്രം ഉണ്ടോ നോക്കുക, ഇവിടെ ഹോളും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ എടുക്കുന്ന വീട്ടിൽ കിണറുണ്ടെങ്കിൽ വടക്ക് കിഴക്കോ വടക്ക് പടിഞ്ഞാറോ കിണറുള്ള വീടാണ് എടുക്കാവുള്ളൂ. ഇത് ഈ സ്ഥലത്ത് കിണറില്ല, വേറെ ഏതെങ്കിലും സ്ഥാനത്ത് കിണറുണ്ടെങ്കിൽ ആ വീട് എടുക്കരുത്. വടക്ക് കിഴക്കോ വടക്ക് പടിഞ്ഞാറോ കിണറുള്ള വീടോ നമ്മൾ എടുക്കാവുള്ളൂ. അപ്പോൾ വീടിൻ്റെ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയെടുക്കാം. അഥവാ നമ്മൾ വീട് ഏതെങ്കിലും രീതിയിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കിയെടുത്ത് എന്നിട്ടും അവിടെ സ്ഥലസംബന്ധമായ ദോഷങ്ങളുണ്ടെങ്കിൽ അവിടെ വാസ്തുപുരുഷന് കുബേര യന്ത്രം സ്ഥാപിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഈ ഒരു കുബേര യന്ത്രം അല്ലെങ്കിൽ വാസ്തുപുരുഷൻ്റെ യന്ത്രം നമ്മൾ അടുത്തൊരു വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ വെക്കാൻ ഉത്തമമായിരിക്കും. ഒപ്പം തന്നെ സാമ്പത്തികം നല്ല ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു വാസ്തുവിനെ കൊണ്ടുവന്ന് ആ വീട് നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും ഉത്തമം. അഥവാ സാധാരണ രീതിയിൽ നമുക്ക് സാമ്പത്തിക കാര്യങ്ങളില്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഐഡിയാസ് വെച്ച് വീട് എടുത്താൽ മതി. കറക്റ്റായിട്ടുള്ള സമചതുരായിരിക്കണം. കയറി ഇറങ്ങി വീടൊന്നും പോകരുത്. വളരെ ശ്രദ്ധിച്ച് നമ്മൾ വീടെടുക്കെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഐശ്വര്യം കിട്ടത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചെയ്യുക.